ഇവിടെ കഴിഞ്ഞ ദിവസമാണ് PM ശ്രീ പദ്ധതിയിൽ ഈ സംസ്ഥാന ഗവൺമെൻറ് ഒപ്പുവെച്ചത്. ആ ഒപ്പുവെക്കുന്നതോട് കൂടി തന്നെ ഇന്നലകളിൽ നമ്മളൊക്കെ ആരോപിക്കുകയാണ്, ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് നമ്മളൊക്കെ നിരന്തരമായി ആരോപിച്ചിട്ടുള്ള കാര്യമാണ്, ഈ സർക്കാരിന് സംഘപരിവാർ ചേരിയോട് ചെറിയ താല്പര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മളെല്ലാം നിരന്തരമായി ആരോപിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷേ ആ ആരോപണങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് അതൊരു യാഥാർത്ഥ്യമാകുന്ന രീതിയിലേക്ക് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് പരിപൂർണമായും നരേന്ദ്രമോദിയും RSSും സംഘപരിവാറിനും വിധേയപ്പെട്ട ഒരു സർക്കാരാണ് എന്ന് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിലൂടെ ഈ സർക്കാർ ഇവിടെ കേരളത്തിനകത്ത് തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സർക്കാരാണെന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ച്, ഒരു പൗരനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെൻറ്റിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്ന് ജീവൻ്റെ സുരക്ഷിതത്വമാണ്, സമാധാനപരമായ അന്തരീക്ഷമാണ്, ക്രമസമാധാനം നിലനിൽക്കണമെന്നുള്ളതാണ്. 2 ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ആരോഗ്യമാണ്, മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ആരോഗ്യ മേഖലയുടെ ഒരു വലിയ പിന്തുണയുണ്ടാകണം. മനുഷ്യന് അസുഖം വന്നാൽ ആശുപത്രിയിൽ പോയാൽ അവിടെ ചികിത്സ ലഭിക്കണം. ആ ആരോഗ്യ മേഖല ഈ സംസ്ഥാനത്തിനകത്ത് തകർന്നിരിക്കുകയാണ്. ക്രമസമാധാന മേഖല ഈ സംസ്ഥാനത്തിനകത്ത് പാടെ തകർന്നതാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നാളുകളിലെ പൗരന്മാരെ വാർത്തെടുക്കുന്ന ആ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഈ സർക്കാരിൻ്റെ നയമെന്ന് പറയുന്നത് കാവ്യവൽക്കരണത്തിന് കുടപിടിക്കുന്നതാണെങ്കിൽ അവിടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലും ഈ സർക്കാർ പുറകിലാണ് എന്നുള്ളതാണ്. നോക്കൂ, മനുഷ്യൻ അവൻ്റെ എല്ലാ പ്രയാസങ്ങളും കൊണ്ടുചെന്ന് അത് സമർപ്പിക്കുന്ന എവിടെയാണ്? അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ദൈവവിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവരുണ്ട്. അതെല്ലാം ഒരു പൗരൻ്റെ മൗലിക അവകാശങ്ങളിൽപ്പെട്ടതാണ്. അവരവരുടെ വിശ്വാസങ്ങളിൽ വെച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. ആ വിശ്വാസങ്ങളിൽ പോലും കടന്നു കയറുന്ന ഒരു സർക്കാരായി ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ മാറുകയാണ്. അവരവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി, ആചാരങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളും കൊണ്ടുപോകുമ്പോൾ അവിടങ്ങളിൽ പോലും ഈ സർക്കാരിന് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ദേവസ്വം ബോർഡിൻ്റെ വിശ്വാസ്യതയും തകർത്തൊരു സർക്കാരായി ഇന്ന് കേരളത്തിൻ്റെ സർക്കാർ മാറുകയാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും നമ്മുടെ നാട്ടിലെ പൗരൻ്റെ ഒരു സോഫ്റ്റ് സെൻറ്റിമെൻറ്റ്സ് നിലനിൽക്കുന്ന അവൻ്റെ വിശ്വാസത്തിൽ, അവൻ്റെ ആരോഗ്യത്തിൽ, അവൻ്റെ വിദ്യാഭ്യാസത്തിൽ, അവൻ്റെ ക്രമസമാധാന സുരക്ഷിതത്വത്തിൽ, അവരുടെ ജീവിത നിലവാരത്തിൽ, തൊഴിൽ ലഭ്യതയിൽ എല്ലാ ഇടങ്ങളിലും പരിപൂർണമായ ഒരു പരാജയപ്പെട്ട ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സർക്കാർ വീണ്ടും ഈ സംസ്ഥാനത്തിനകത്ത് തുടരണമോ എന്നുള്ളൊരു ചോദ്യമാണ് യൂത്ത് കോൺഗ്രസിന് ഈ നാട്ടിലെ പൗരന്മാരുടെ മുമ്പിലേക്ക് വെക്കാനായിട്ടുള്ളത്. ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, ഈ നാട് ഒന്നടങ്കം നമ്മളോട് പറയുന്നത് ഈ സർക്കാരിന് തുടരാൻ പാടില്ല. ഈ സർക്കാരിനെതിരായ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ യൂത്ത് കോൺഗ്രസും മുന്നിട്ടിറങ്ങണമെന്നുള്ളത് തന്നെയാണ് ഈ നാട്ടിലെ ജനം മുഴുവനായും ആഗ്രഹിക്കുന്നത്. ഈ സമരങ്ങൾക്കും ഈ പോരാട്ടങ്ങൾക്കും എല്ലാമുള്ള പ്രചോദനം ജനങ്ങൾ തന്നെയാണ്. ഈ ആശയങ്ങൾക്കെല്ലാമുള്ള പ്രചോദനം ജനം തന്നെയാണ്. ജനമാണ് ഈ സർക്കാരിനെതിരായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. നമ്മൾ അതിൻ്റെ ചാലകശക്തിയായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കടന്നു വരികയാണ്. ബഹുമാന്യായ KPCCയുടെ പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ഈ വേദിയിലുണ്ട്. സ്വാഭാവികമായും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവസരങ്ങളുടെ ഒരു കലവറ ഞങ്ങൾക്ക് കിട്ടുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നമ്മളെല്ലാം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോൾ നമ്മളൊക്കെ പറയും, ഞങ്ങൾക്ക് ഇത്ര ശതമാനം സീറ്റ് വേണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞങ്ങൾ ഇത്തവണ ഇത്ര ശതമാനം സീറ്റ് വേണമെന്ന് മുൻകൂട്ടി തന്നെ പറയുന്നില്ല. പക്ഷേ ജയസാധ്യതയുള്ള സീറ്റുകളിൽ ഒരു 10 വർഷക്കാലത്തിനപ്പുറത്തുള്ള കോൺഗ്രസിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഏറ്റവും കൂടുതലായി യൂത്ത് കോൺഗ്രസ്സുകാരെ പരിഗണിക്കാൻ കേരളത്തിൻ്റെ ബഹുമാന്യരായ KPCC നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനും വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കുന്ന ചെറുപ്പക്കാരുടെ സാന്നിധ്യം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ തിരിച്ചുവരവിന് ഒരു കരുത്ത് നമുക്ക് പകരും. പ്രാദേശികമായി കരുത്തുള്ള ചെറുപ്പക്കാർ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ലോക്കൽ ബോഡി നേതൃത്വങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെ നിലനിൽക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്തും വേരുകളും ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഈ സംസ്ഥാനത്തിനകത്ത് ഒരു ട്രയൽ റണ്ണാണ്. ഒരു സംശയവും വേണ്ട, 2010 ഈ സംസ്ഥാനത്തിനകത്ത് ആവർത്തിക്കും. ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇല്ലാത്ത രീതിയിൽ ലോക്കൽ ബോഡിയിലേക്ക് നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സീറ്റുകൾ, കൂടുതൽ പഞ്ചായത്തുകളും കൂടുതൽ ഭരണസമിതികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF തിരിച്ചു പിടിച്ചുകൊണ്ട് കടന്നു വരും. അത്തരമൊരു ഘട്ടത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും എൻ്റെ സഹപ്രവർത്തകരെല്ലാം കൈയടിച്ച് പാസ്സാക്കിയതുമായ ആ കാര്യം ബഹുമാന്യായ KPCC നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി പെടുത്തുകയാണ് എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളൂ. അതോടൊപ്പം ഒന്നുകൂടി പറയട്ടെ, ഒരൊറ്റ യൂത്ത് കോൺഗ്രസ്സുകാർ പോലും സാധാരണ രീതിയിൽ കാണാറില്ല, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാറില്ല, ഏതെങ്കിലും ആഗ്രഹിച്ചു കിട്ടിയില്ല അതുകൊണ്ട് ഒന്ന് മാറി നിന്നേക്കാം, ആഗ്രഹിച്ചു കിട്ടിയില്ല അതുകൊണ്ടൊന്ന് മത്സരിച്ചേക്കാം എന്ന രീതിയിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാർ പോലും ഉണ്ടാകില്ല. ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമാണ് വലുത്, ഈ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പാണ് വലുത്. അതിനെന്ത് ത്യാഗവും സഹിക്കാൻ നമ്മളും തിരിച്ചു ബാധ്യസ്ഥരാണ് എന്ന ഓർമ്മയോട് കൂടി തന്നെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകേണ്ടത്.